നമസ്കാരം. ബിഗ് ബോസിൽ നിന്നും പുതിയതായിട്ട് എവിക്റ്റ് ആയിരിക്കുന്നത് പ്രവീൺ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റാണ്. വൈൽഡ് കാർഡ് എൻട്രിയിൽ കൂടെ വന്ന പ്രവീൺ രണ്ടാഴ്ചയ്ക്ക് ശേഷം പെട്ടെന്ന് തന്നെ എവിക്റ്റായി പോവുകയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു എവിക്ഷൻ ആയിരുന്നു നടന്നിരുന്നത്. കാരണം വൈൽഡ് കാർഡ് എൻട്രിയിൽ കയറിയ ജിഷിൻ, പ്രവീൺ ആൻഡ് സാബുമോൻ ആൻഡ് മറ്റേ ലക്ഷ്മി ആൻഡ് മസ്താനി, ഇവരിൽ വെച്ച് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ആളുണ്ട് എന്ന് കാണിക്കാനായാലും കുറച്ചൊക്കെ കണ്ടൻറ്റ് തരുന്നതും പ്രവീൺ തന്നെയായിരുന്നു. ആരും ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ ബിഗ് ബോസിൽ നിന്നും പ്രവീൺ എവിക്റ്റായി പോവുകയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ഞെട്ടലായിപ്പോയി അദ്ദേഹം എവിക്റ്റായി പോയപ്പോൾ. കാരണം അതിൽ തന്നെ സാബുമോൻ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഒരു കണ്ടൻറ്റും ഉണ്ടാക്കുന്നില്ല. അയാൾ അവിടെ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല, ചുമ്മാ ഇരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ജനങ്ങളിതൊന്നും മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. കാരണം ഒരു കണ്ടൻറ്റും ഒന്നും കാണിക്കുന്നില്ലല്ലോ അവിടെ. എല്ലാവർക്കും ലൈവ് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ എന്തിരുന്നാലും പ്രവീൺ പോയത് വളരെ എന്താ പറയുക, അൺഫെയർ എവിക്ഷനായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പ്രവീൺ പോലും വിചാരിച്ച് കാണത്തില്ല. കാരണം ബാക്കിയുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനും അവർ ചിന്തയിൽ കൂടി വന്നിട്ടില്ല. കാരണം ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ലക്ഷ്മിക്ക് വരെ സംശയമാണ്. കാരണം ലക്ഷ്മി വിചാരിച്ചത് ലക്ഷ്മി ആ ഒനിയിലുമായിട്ടുള്ള പ്രശ്നത്തിൽ ഔട്ടാവുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ പ്രവീൺ പോയപ്പോൾ എന്താ പറയുന്നത്, ഇതില്ലാതായിപ്പോയി. പക്ഷേ പ്രവീണിന് വരെ ലക്ഷ്മി ആണെങ്കിൽ കൂടെ അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. ഇതിനെന്തുകൊണ്ടാണ് റീസൺ എന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എന്തായാലും പ്രവീൺ പോയിട്ടുണ്ട്. അനുവുമായിട്ട് നല്ലൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പ്രവീണിന്. എല്ലാവരോടും നല്ല ഇതിൽ തന്നെയായിരുന്നു പ്രവീൺ. പിന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പല രീതികൾ അവിടെ ഇതാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത്. എന്തായാലും പ്രവീൺ ഇപ്പോൾ എവിക്റ്റ് ആയിരിക്കുകയാണ്. ഒരു അൺഫെയർ എവിക്ഷൻ തന്നെ പറയാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.